നമസ്കാരം. കുടുംബജീവിതം നയിക്കുന്നവരുടെ ഏറ്റവും വലിയ ബലം എന്നുള്ളത് അവരുടെ പാർട്ട്ണറാണ്. എന്നാൽ സന്തോഷത്തിന് പകരം ദുഃഖവും സമാധാനത്തിന് പകരം ഒരു സംഘർഷാവസ്ഥയും നൽകുന്ന ഒരു പാർട്ട്ണറാണോ നിങ്ങളുടേത്? എങ്കിൽ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ പിടിയിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ എന്താണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വിഷലിപ്തമായ ഈ ബന്ധങ്ങളുടെ ഒരു ഇരുണ്ട ലോകത്തേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. അവയുടെ അടയാളങ്ങൾ തിരിച്ചറിയാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാനായിട്ട് നമുക്ക് കഴിയും. നിങ്ങളൊരു ലൈഫ് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കാണണം എന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഒത്തിരി കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കുമല്ലോ ഇത്. ഈ വിഷലിപ്തമായ ബന്ധങ്ങൾ എന്നത് ഒരു വ്യക്തിക്ക് ശാരീരികമായോ മാനസികമായോ ദോഷം ചെയ്യുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ ഇപ്രകാരം വിളിക്കുക. ഇത്തരം ബന്ധങ്ങളിൽ പങ്കാളികൾ പരസ്പരം ബഹുമാനിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിക്കാൻ പറ്റാതെ ഉള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇതിങ്ങനെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമോ ശാരീരികവുമായിട്ടുള്ള ദുരുപയോഗത്തിനും കാരണമായിട്ട് മാറുന്നു. ഇപ്രകാരമുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ വിഷലിപ്തമായിട്ടുള്ള സ്വഭാവമുള്ള ആളുകളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇത്തരം ആളുകൾ നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ സാധാരണമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ടോക്സിക് ആയിട്ടൊന്നും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളിത് അറിയുക പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ചില ഗവേഷണ പഠനങ്ങൾ കാണിക്കുന്ന നമ്പറുകളാണ്. അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ ബന്ധങ്ങൾ തിരിച്ചറിയാനായിട്ട് വൈകുന്നു. അവ നമ്മളെ വൈകാരികമായിട്ട് തളർത്തിക്കളയുന്ന അനുഭവത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്പർ ഇങ്ങനെയാണ്: സ്ത്രീകളിൽ 4-ൽ ഒരാളും പുരുഷന്മാരിൽ 7-ൽ ഒരാളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈകാരികമായ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനിയും കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുന്ന വയലൻസ് ആൻഡ് വിക്ടിംസ് എന്ന ജേർണലിൻ്റെ കണക്കനുസരിച്ച് അവിടെ പറയുന്ന ഇതാണ്: ഏകദേശം പകുതിയോളം സ്ത്രീകൾ, 48.4% സ്ത്രീകൾ, അതുപോലെ തന്നെ ഏകദേശം പകുതിയോളം പുരുഷന്മാരും, 48.8% പുരുഷന്മാരും തങ്ങളുടെ പങ്കാളികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജെൻഡർ ബേസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇതൊരു ലിംഗഭേദമില്ലാതെ വളരെ വ്യാപകമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത്തരം സ്വഭാവങ്ങൾ തിരിച്ചറിയാനും അത് കൈകാര്യം ചെയ്യാനായിട്ടും നമ്മൾ കുറെ കൂടി ജാഗ്രത പുലർത്തണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഒരു ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് മാനിപ്പുലേഷൻ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും നമ്മളെ ജീവിതത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ പങ്കാളി ശ്രമിക്കും. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ഫോൺ പരിശോധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകുന്നു, അല്ലെ ആരെ കാണുന്നു, എന്ത് ധരിക്കുന്നു എന്നൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിലാണോ നിങ്ങളുടെ പങ്കാളി പെരുമാറുന്നത്? അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജോലി സ്ഥലത്തോ വീട്ടിലോ ഒക്കെ നിങ്ങളുടെ പങ്കാളി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാറുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഈ നിയന്ത്രണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, നീ എന്തിനാ അവനോട് അല്ലെങ്കിൽ അവളോട് സംസാരിക്കുന്നത്? നിനക്കറിയില്ലേ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. അപ്പം ഇങ്ങനെയുള്ള നിയന്ത്രിക്കാനുള്ള വാക്കുകൾ ഇവർ കൃത്യമായിട്ട് ഉപയോഗിക്കും. ഇവർ ഭയങ്കര സ്നേഹമൊക്കെ ചിലപ്പോൾ നന്നായിട്ട് നടിച്ചു എന്ന് വരാം. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള മനോഭാവം എന്ന് പറയുന്നത് നിങ്ങളെ നിയന്ത്രിക്കുക, നിങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്നാമത്തേതാണ്, കൺട്രോൾ ആൻഡ് മാനിപ്പുലേഷൻ. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബ്ലെയിമിങ് ആൻഡ് ബിലിറ്റ്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ കാര്യങ്ങളും കുറ്റപ്പെടുത്തുകയും നിങ്ങളെ അപമാനിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബക്കാരുടെ മുമ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുടെ മുമ്പിലോ നിങ്ങൾ ഈ കുറ്റപ്പെടുത്തലോ അപമാനിക്കലും നന്നായിട്ട് അവർ ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ഈ പങ്കാളി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ യു ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്. എപ്പോഴും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ കുറച്ച് കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾക്കുള്ളത്? അതുപോലെ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളെ ഇങ്ങനെ വിമർശിക്കാറുണ്ടോ? അപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ ഈ ടോക്സിക് ഗണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല,
നീ ഒരു മന്ദബുദ്ധിയാണ്, നിനക്കൊരു ബുദ്ധിയില്ല. അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ പതിവായിട്ട് ഇവർ ഉപയോഗിക്കുന്നു. അപ്പം നിങ്ങളെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്താനായിട്ട് ഇവർ പരിശ്രമിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ്. അത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതാണ്, നമ്മളിങ്ങനെ ഈ നടന്ന സംഭവങ്ങളിങ്ങനെ വളച്ചൊടിച്ച് നിഷേധിച്ച് നമ്മളോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം. അത് നിന്റെ ഓർമ്മയുടെ പ്രശ്നമാണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ അവർ നമ്മളിങ്ങനെ നമ്മുടെ ഓർമ്മയുടെയും നമ്മുടെ ചിന്താശേഷിയും ഒക്കെ സംശയിപ്പിക്കുന്ന തരത്തിൽ അവർ ഭാഷകൾ ഉപയോഗിക്കും. അപ്പോൾ ഇതൊരു മാനസിക പീഡനമാണിത്. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് അവരങ്ങനെ പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിനക്ക് തോന്നിയതാവും, അല്ലെങ്കിൽ നിന്റെ ഓർമ്മയുടെ പ്രശ്നമാണ്, നീ സൂക്ഷിക്കണം. ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ കുഴപ്പത്തിലാക്കി മാറ്റും. ഇത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഇത് ഈ പറയുന്ന ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഒരു ലക്ഷണമാണ്. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ വൈകാരികമായി നിങ്ങളെ ചൂഷണം ചെയ്യും. നിങ്ങളുടെ കുറ്റബോധം, ഭയം, അരക്ഷിതാവസ്ഥ, ഇങ്ങനെയുള്ള എല്ലാ വികാരങ്ങളെയും ചൂഷണം ചെയ്യുന്നവരായിരിക്കും ഇവർ. ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ദൗർബല്യങ്ങളെ ഇവർ നന്നായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഉള്ള വ്യക്തികൾ പറയുന്ന ചില വാചകങ്ങൾ ഇതൊക്കെ ആയിരിക്കും: നീ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യില്ലേ, നീ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളും, എനിക്ക് വിഷമമാവില്ലേ. ഇങ്ങനെയുള്ള വൈകാരികമായ വാക്കുകൾ ഇവർ ഉപയോഗിച്ച് നിങ്ങളെ ഒരു സമ്മർദ്ദാവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതാണ് നമ്മൾ വിളിക്കുന്നത് ഇമോഷണൽ മാനിപ്പുലേഷൻ. ഇതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇറാറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിരമായൊരു പെരുമാറ്റം. ഒരു നിമിഷം അവർ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറും, അടുത്ത നിമിഷം പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ യു ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്. അതും ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഒരു വ്യക്തി സംസാരിക്കുന്നു, നാളെ ഒരു കാരണവുമില്ലാതെ ഒരു പുതിയ ഒരു രീതി, ഒരു ദേഷ്യപ്പെടലും ഭാവമാറ്റവും, അങ്ങനെ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഇങ്ങനെയുള്ള ആളുകൾ തകർത്ത് കളയും. നിങ്ങളുടെ ഉത്കണ്ഠയും വിഷാദവും അതുപോലെ തന്നെ പലതരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങളും ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കും. ഇതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മൾ സ്വയം സംശയിക്കാൻ തുടങ്ങും. നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അല്ലെ കഴിവില്ല എന്നുള്ള തോന്നലുകൾ ഇതുണ്ടാക്കും. അതങ്ങനെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മളിതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനെ തിരിച്ചറിയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ശ്രദ്ധയോടെ നമ്മൾ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചറിയാനുള്ള വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വ്യക്തികൾ വളരെ സ്മാർട്ടായിരിക്കും. അവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവം മാറ്റി നിങ്ങളെ നിയന്ത്രിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, യു ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഒരു ബന്ധം തുടങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ സ്നേഹവും കരുതലും ഒക്കെ ഇവർ നന്നായിട്ട് അഭിനയിക്കും. പക്ഷേ അവർ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യസ്ഥാനം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിവാഹമാകാം, അല്ലെങ്കിൽ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ആവാം. അതിനുശേഷം അവർ തനി സ്വഭാവം അവർ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ തന്നെ തോന്നലുകളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അനുഭവങ്ങളെ വിശ്വസിക്കുക. എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയരുത്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ആദ്യ പടിയാണത്. നിങ്ങൾ അങ്ങനെയുള്ള അനുഭവത്തെ അവഗണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ബി എ വിക്ടിം ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആരോഗ്യകരമായ ബന്ധങ്ങളിൽ നമുക്ക് അതിരുകളില്ല എങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിന് നമ്മൾ അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ഉപയോഗിക്കും. നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പ്രതീക്ഷകളും ഒക്കെ തുറന്നു പറയാനും അവ കേൾക്കാനും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മുടെ പാർട്ട്ണർ. അപ്പം അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ ബൗണ്ടറീസിനെ ബഹുമാനിക്കാനായിട്ട് എൻ്റെ പാർട്ട്ണർ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ അതിരുകൾ സെറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങളെ ശരിക്കും അവർ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ജോലി സ്ഥലത്താണ്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഫോൺ വിളിക്കുന്നു, നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം, ഒരു ടെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം വേണമെന്ന് പറയുക. ഇത് പറയുന്ന അംഗീകരിക്കുന്നില്ല എങ്കിൽ യു ആർ
ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്. അപ്പം നമുക്ക് ഒരു നല്ല അവയർനെസ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും സഹായം തേടാനായിട്ട് മടി കാണിക്കരുത്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കുക അല്പം പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരോടെങ്കിലും ഒക്കെയോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനോടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് സഹായം തേടാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും നിന്ന് സഹിക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സന്തോഷവും ഇങ്ങനെയുള്ളവർ ഊറ്റിയെടുത്തിരിക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് ഒരു വിഷലിപ്തമായ ഒരു ബന്ധം നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ല, അല്ലെ നിങ്ങൾ അനുഭവിക്കേണ്ടതൊന്നല്ല എന്ന് ഉള്ള ഒരു ബോധ്യത്തിലായിരിക്കണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊണ്ടുപോവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ പ്രത്യേകമായിട്ടും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.